ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു 5 കാര്യങ്ങളാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് എങ്ങനെ വരാം. ഫസ്റ്റ്, സെക്കൻഡ് ഇവിടുത്തെ സാലറി, തേർഡ് ഡ്യൂട്ടി അവേഴ്സ്, ഫോർത്ത് നിങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ, ഫിഫ്ത്ത് നമുക്ക് ജനറൽ ടോപ്പിക്ക് നോക്കാം. ചിലവർക്കുള്ളൊരു ഡൗട്ട്, ഇവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാൻ പറ്റുമെന്ന്. ഡെഫിനറ്റ്ലി ഇവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാൻ പറ്റും. നിങ്ങൾ ജോബ് കിട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം, അഥവാ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇന്റർവ്യൂ കിട്ടി, ഇന്റർവ്യൂ സെലക്ട് ആയി നിങ്ങളിവിടെ വന്നതിന് ശേഷം ആഫ്റ്റർ ഒരു ഫ്യൂ മന്ത്സ് നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്ക് കമ്പനി എന്ത് വിസയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ വിസയിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. നോർമലി മൗറീഷ്യസിലുള്ള എല്ലാ ഹോസ്പിറ്റലും എല്ലാ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത് വർക്ക് വിസയാണ്. വർക്ക് വിസ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ നിങ്ങൾക്കൊരു ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് ഫാമിലിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഒക്യുപ്പേഷൻ പെർമിറ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങോട്ട് വന്നത് ബിസിനസ് വിസയിലാണ്. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. അപ്പോൾ അവർക്ക് അർജന്റായിട്ടൊരു സ്റ്റാഫിനെ വേണ്ടതുകൊണ്ട്, അർജന്റായിട്ട് കുറച്ച് ബൾക്ക് സ്റ്റാഫിനെ വേണ്ടതുകൊണ്ട് അവർ ഞങ്ങളെ കൊണ്ടുവന്ന് ബിസിനസ് വിസയിലാണ്. ഇപ്പോൾ ചില വ്യക്തികളുണ്ട് ഇങ്ങോട്ട് വരാൻ പോകുന്ന കുറച്ച് ആൾക്കാർ, അവരെന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ എത്ര മന്ത് എടുക്കും, ഇവിടുത്തെ വിസ കിട്ടാൻ എത്ര മന്ത് എടുക്കും. അപ്പൊ ചിലവർ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ബിസിനസ് വിസയാണ് തരുന്നത്, അതെന്താണ് അവർ അങ്ങനെ തരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലെ ബിസിനസ് വിസയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാതെ ഇങ്ങോട്ട് കയറി വരാം. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ നിങ്ങൾ ഇവിടെ റീച്ച് ആയതിനു ശേഷം നിങ്ങളുടെ ബിസിനസ് വിസ അവരെടുക്കുന്നത് ഒരു 1 മന്ത് 2 മന്ത്. ഇപ്പൊ 2 മന്ത് നിങ്ങളുടെ ബിസിനസ് വിസ ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പയർ ആയി, എഗെയിൻ നമുക്ക് 1 മന്ത് അത് റിന്യൂ ചെയ്യാൻ പറ്റും. 1 മന്തിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 3 മന്താണ് ഇവിടെ നമുക്ക് ബിസിനസ് വിസയിൽ നിൽക്കാൻ പറ്റുന്നത്. 3 മന്ത് ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഇപ്പൊ എല്ലാവരും 2 മന്ത് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് HR ചെയ്തു തരാറുണ്ട്. 2 മന്ത് ആവുന്നതിന് മുന്നേ തന്നെ HR നമുക്ക് നമ്മുടെ ഫുൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വെച്ച് അവർ പേപ്പർ വർക്ക് എല്ലാം റെഡിയാക്കി നമ്മളെ ഇവിടെ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് നമുക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അവിടുത്തെ കുറച്ച് മാസത്തെ ഒരു കാലയളവുണ്ട്, ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 20 ഡേയ്സ്. ഒക്യുപ്പേഷണൽ പെർമിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 20 ഡേയ്സ് കൊണ്ട് കിട്ടും. ഒരു 20 ഡേയ്സ് കഴിഞ്ഞ് പെർമിറ്റ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിന്നെ അവർ എത്ര നാളത്തേക്കാണ് നമുക്ക് കോൺട്രാക്ട് തരുന്നത് അത്രയും നാളെ നമുക്ക് ഇവിടെ നൈസായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കൂടെ നമ്മുടെ ഫാമിലിനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഒക്യുപ്പേഷൻ പെർമിറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ അത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഇൻ കേസ് ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ പെർമിറ്റ് എക്സ്പയർ ആയി, നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ബിസിനസ് വിസ എക്സ്പയർ ആയി, അപ്പോൾ നമുക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നാട്ടിൽ പോയിട്ട് എക്സിറ്റ് കാണിക്കേണ്ടി വരും. കാരണം നമ്മൾ ബിസിനസ് വിസയിലാണ് വന്നത്. എത്ര നാളത്തേക്കാണ് നമുക്ക് പെർമിറ്റ് കിട്ടുന്നത് അത്രയും നാളും നമ്മുടെ ഫാമിലിനെ നമ്മുടെ കൂടെ നിർത്താം. ഇപ്പൊ പെർമിറ്റ് എക്സ്പയർ ആയി കഴിയുമ്പോൾ നമുക്ക് ആ പെർമിറ്റ് ഒന്നുകൂടി റിന്യൂ ചെയ്യാം. മൗറീഷ്യസിലേക്ക് നാട്ടിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ട്. അപ്പൊ അവർ മെയിൻ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രൊഫഷണൽ വെച്ചിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടെന്നുള്ളതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ PCC വേണം, പോലീസ് ക്ലിയറൻസ് വേണം. അത് നിങ്ങൾ മൗറീഷ്യസിലേക്ക് വരാൻ ജോബ് കിട്ടി, നിങ്ങൾക്ക് ഇന്റർവ്യൂ സെലക്ട് ആയി, ഓക്കെ, നമ്മൾ ഏത് കമ്പനിയാണ് ജോയിൻ ചെയ്യുന്നത് അവർ നിങ്ങളുടെ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് PCC ചെയ്യുക. കാരണം PCC കിട്ടാൻ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15 to 25 ഡേയ്സ് എടുക്കും. ഫസ്റ്റ് തന്നെ നിങ്ങൾ അത് പോയി അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഡിപ്ലോമ ആണോ ഡിഗ്രി ആണോ എന്താണ് പഠിച്ചത്, നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് എന്താണ് പഠിച്ചത് അതിന്റെ ഫുൾ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ക്രിപ്റ്റ്. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു തിങ്സ് ആണ് ട്രാൻസ്ക്രിപ്റ്റ്. അത് നിങ്ങൾ ആരും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് ട്രാൻസ്ക്രിപ്റ്റ് മേടിക്കുക. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്. ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ട്രാൻസ്ക്രിപ്റ്റ് നമുക്കിവിടെ മസ്റ്റ് ആണ്. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഈ തിങ്സ് എല്ലാം കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇട്ട ലിങ്കിന്റെ അകത്ത് അതിൽ മൗറീഷ്യസ് ലൈസൻസ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് HR എടുത്തു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അല്ലാണ്ട് അപ്ഡേറ്റഡ് CV റെഡിയാക്കി നിങ്ങൾക്ക് ആ ലിങ്കിലേക്ക് അയക്കാൻ പറ്റുന്നതാണ്. നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സന്മാർക്കാണെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ വേണം. നമ്മുടെ നാട്ടിലെ കേരള രജിസ്ട്രേഷൻ എന്തായാലും വേണം. ഇവിടുത്തെ ഡ്യൂട്ടി അവേഴ്സ് 195 അവേഴ്സ് മാത്രം വർക്ക് ചെയ്താൽ മതി നമുക്ക്. അതായത് ഒരു വീക്കിലി അല്ല, മന്ത്ലി ഒരു 18 to 19 ഡേയ്സ് വർക്ക് ചെയ്താൽ മതിയായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മിക്കവാറും ഓഫ് ആയിരിക്കും. പിന്നെ ഇതുവരെ ഇവിടെയുള്ള ഡ്യൂട്ടി ടൈം എന്ന് വെച്ചാൽ മോർണിംഗ് 7:15 to, ഞാൻ OTയിലെ കാര്യം മാത്രമാണ് പറയുന്നത്. ഔട്ട്സൈഡുള്ള നേഴ്സന്മാർക്കും ഇത് തന്നെയാണ് ഇവിടുത്തെ ഡ്യൂട്ടി അവേഴ്സ്.
പിന്നെ അവർക്ക് പ്ലസ് നൈറ്റ് ഉണ്ട്. 2 ഷിഫ്റ്റേ ഉള്ളൂ. ഔട്ട്സൈഡുള്ള ഇപ്പോൾ ICU വാർഡിലുള്ള നഴ്സുമാർക്കാണെങ്കിൽ 7:15 to 5:15, 5:15 to till ടുമോറോ മോർണിംഗ് 7:15 വരെ നൈറ്റ് ഷിഫ്റ്റ്. അങ്ങനെ 2 ഷിഫ്റ്റേ ഉള്ളൂ. OTയിലാണെങ്കിൽ 7:15 to ഈവനിങ് 5:50. ആഫ്റ്റർ ദാറ്റ് 5:15 എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവരെ ഡെയിലി ഓൺ കോൾ ഇടും. ഓൺ കോൾ ഇടുമ്പോൾ നമുക്ക് ഓൺ കോൾ വന്ന് കേസ് ഉണ്ടെങ്കിൽ മാത്രം വന്നിട്ട് നമുക്ക് ഓവർ ടൈം ചെയ്തിട്ട് പോവാം. കേസ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ഓവർ ടൈം ചെയ്തിട്ട് പോവാം. പിന്നെ ഇവിടുത്തെ സാലറിയേക്കാളും അടിപൊളിയാണ് ഇവിടുത്തെ ഓവർ ടൈം. നമുക്ക് മന്ത്ലി അറ്റ്ലീസ്റ്റ് ഒരു 10-11 ഓൺ കോളൊക്കെ കിട്ടും. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു മന്ത് സാലറിയുടെ ഹാഫ് ആ ഓൺ കോളിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഓൺ കോൾ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം, ചെയ്യേണ്ടെന്നുള്ളവർക്ക് ചെയ്യാം. മണി ഏൺ ചെയ്യാനുള്ളൊരു പ്ലാനുമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺ കോൾ ചെയ്ത് നന്നായിട്ട് നമുക്ക് മണി സേവ് ചെയ്യാം. ഇപ്പം ICUലും വാർഡിലും വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്കാണെങ്കിൽ നമുക്ക് OTയുടെ പോലെ തന്നെ അവർക്കും ഓൺ കോൾ ഉണ്ട്. ഓവർ ടൈം എക്സ്ട്രാ ചെയ്യാം. നമുക്ക് ഇപ്പോൾ അവർക്ക് പേഷ്യൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരാളെ വിളിച്ച് നമുക്ക് ഒരു നൈറ്റ് ഫുൾ എക്സ്ട്രാ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡേ ഫുൾ എക്സ്ട്രാ ചെയ്യാൻ പറ്റും. ICUയിൽ OTയിൽ വാർഡിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഓവർ ടൈം നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം സാലറി ആണെങ്കിൽ ഇവിടെ പുതിയ ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ MUR 45,000 ആണ് സ്റ്റാർട്ടിംഗ് സാലറി. ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ കൂടുതൽ സാലറി കിട്ടും. എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ ആ ലെവല് അതൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഇന്ത്യയിലെയും മൗറീഷ്യസിലെയും കറൻസി റേഞ്ചസ് അത്ര ഡിഫറൻ്റ് ഇല്ല. അത്യാവശ്യം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് സാലറി ഇവിടെ നല്ല സാലറി ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നല്ല പൈസ കിട്ടും. സാലറി കുറവാണെങ്കിൽ അതനുസരിച്ചുള്ള പൈസ നമുക്ക് നാട്ടിൽ കിട്ടുള്ളൂ. പക്ഷെ നമുക്കിവിടെ സാലറി കുറവാണെങ്കിൽ നമുക്കിവിടെ ഓവർ ടൈം ചെയ്യാം മക്കളെ, നന്നായിട്ട് ഓവർ ടൈം ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് ഓവർ ടൈം ചെയ്ത് നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ആത്മാർത്ഥതയോടുകൂടി പണിയും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻസി വേണം. ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷും ക്രിയോൺ ആൻഡ് ഫ്രഞ്ച് 3 ലാംഗ്വേജ് ആണ് നമുക്ക് യൂസ് ചെയ്യാം. ഹിന്ദി അറിയാവുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇവിടെ മിക്ക എല്ലാവർക്കും ഹിന്ദി അറിയാം. എന്നാലും ഇംഗ്ലീഷ് കുറച്ച് നല്ലൊരു ഫ്ലുവൻസി ഉണ്ടാവണം. പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം എക്സ്പെൻസ് എത്രയാണ്. എനിക്കിവിടെ നല്ല എക്സ്പെൻസ് ആണ്. കാരണം നമ്മൾ സിംഗിൾ ആയിട്ട് നിൽക്കുമ്പോൾ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകും, അടിച്ചു പൊളിക്കും. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഇവിടെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫാമിലിയിലുള്ള 2 പേർക്കും ജോലി, ഇപ്പം നിങ്ങൾ വൈഫിന് ജോലി കിട്ടി ഹസ്ബൻഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിലും നിങ്ങൾ പതുക്കെ ഹസ്ബൻഡിന് കൂടി നല്ലൊരു ജോലി നോക്കി അങ്ങനെ നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഇവിടെ സെറ്റിൽ ആകാൻ പറ്റും ഫാമിലി ആയിട്ട്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് എക്സ്പെൻസ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ എത്ര ചെലവാക്കുന്നു ഉള്ളതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചെലവാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചെലവാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പെൻസ് ആയിരിക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളെ പോലെ ഇരിക്കും. നാട്ടിൽ നിന്ന് ജോബ് കിട്ടി വരുന്ന ഒരാൾ ആഫ്റ്റർ റീച്ച്ഡ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഇവിടുത്തെ HR ആയിരിക്കും. അതോർത്ത് നിങ്ങൾ അറിയാവണ്ട. നിങ്ങൾ എയർപോർട്ടിൽ വരിക, അവിടുന്ന് വൈഫൈ കണക്ട് ചെയ്യുക, HR കോൺടാക്ട് ചെയ്യുക. ഔട്ട്സൈഡ് നിങ്ങൾക്ക് വെഹിക്കിൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ആ വണ്ടിയിൽ കയറി HR പോവുക. അതെല്ലാ കാര്യങ്ങളും അവർ നോക്കുള്ളൂ. അതോർത്ത് അറിയാവണ്ട. നിങ്ങൾക്ക് പിന്നെ ഒരു 1 days കഴിഞ്ഞിട്ട് ഇവിടുന്ന് സിം എടുത്ത് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് വിളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് എന്താണെങ്കിലും കയറി വരാം. പിന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ വന്ന് പറയുന്നുണ്ട് സ്റ്റുഡൻസ് വിസയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇതൊക്കെ മാറി കിട്ടും. ഞാൻ ഇപ്പോഴും പറയുന്ന സ്റ്റുഡൻസ് വിസയിൽ ഇങ്ങോട്ട് കയറി വരുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന അത്ര സാലറി ഉണ്ടാവും. ഇത് പലരും നിങ്ങളുടെ പലരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ജെനുവിനാണോ എന്ന് നോക്കിയിട്ട് വേണം. നാട്ടിൽ നിന്ന് കയറി വന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് കയറി വരാൻ. വേറൊരു കാര്യം പറയാനുള്ളത്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ പ്രൊഫഷണൽ ആണോ, നിങ്ങൾക്ക് നല്ലൊരു ജോലി, നന്നായിട്ടൊരു സാലറി ഇനി ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു മണി ഏൺ ചെയ്യാൻ പറ്റും. വേറെ കൺട്രി നിൽക്കുന്ന ആൾക്കാരോടൊന്നും ഞാൻ ഇങ്ങോട്ട് വരാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇപ്പൊ സൗദി, കുവൈറ്റ് അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഇവിടേക്കാളും കൂടുതൽ സാലറി ആയിരിക്കും. ഞാൻ നാട്ടിൽ നിൽക്കുന്നവരെയാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് കുറച്ച് നാളത്തേക്കൊന്ന് പുറത്ത് പോകണം, എങ്ങനെയാണെന്നൊക്കെ നോക്കണമെന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി മൗറീഷ്യസ്
ഓഫീസിലേക്ക് വരാം, നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്ത് ജോബിന് ഇങ്ങോട്ട് വരാം, അതിനൊരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് നന്നായിട്ട് ഇവിടെ ലൈഫ് സ്റ്റൈൽ പോകും, നന്നായിട്ട് ജീവിക്കാൻ പറ്റും. കുറച്ച് പേരാണെങ്കിൽ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, കുറച്ചധികം പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ലിങ്കിൽ കയറി അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി, അവർക്ക് മെയിൽ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ചധികം പേര് എനിക്ക് താങ്ക്സ് പറഞ്ഞ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ കേട്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും സെലക്ട് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മാക്സിമം സെലക്ട് ആവാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു സൂൺ.